എല്ലാവരും ഓഡിയോയും വീഡിയോ ഒക്കെ ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു പ്രയറോട് കൂടി നമുക്ക് തുടങ്ങാം. ആൾ വി പ്ലീസ്. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ ആൽക്കൈൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്തത്. ആൽക്കൈൻ്റെ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ ദിവസം. അതിന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞ് നമ്മൾ നേരെ ആൽക്കൈൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ആൽക്കൈൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ആൽക്കൈൻ ഈ ആൽക്കൈൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ ഇന്നലെ പറഞ്ഞതിന്റെ റൂട്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഹൈഡ്രോജനേഷൻ, നിക്കൽ കാറ്റലിസ്റ്റ്. അത് ഞാൻ നേരെ ഡയറക്റ്റ് 2 ഹൈഡ്രജൻ ആക്കുകയാണ്. അപ്പോൾ അവിടെ CH3 സിംഗിൾ ബോണ്ട് CH3, അത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഹൈഡ്രോജനേഷൻ ഓഫ് ആൽക്കൈൻ. സെക്കൻഡ് വൺ, അഡീഷൻ ഓഫ് ബ്രോമിൻ വാട്ടർ. നമ്മൾ ഹാലജനേഷൻ എന്നൊക്കെ പറയാം CCl4ന്റെ പ്രസൻസിൽ. അത് ഞാൻ പറഞ്ഞാലും സിംഗിൾ ബോണ്ട് CH. അത് then addition of hydrogen halide. ആദ്യമേ ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആവും. അഗെയിൻ ഒന്നുകൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആവുന്നു, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആവുന്നു, ഡൈഹാലൈഡ് ആയിട്ട് മാറും. ഇത് മൂന്നും ആൽക്കൈൻ്റെ പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞത്. ആൽക്കൈൻ്റെ ഹൈഡ്രോജനേഷൻ, ആൽക്കൈൻ്റെ ബ്രോമിനേഷൻ, ആൽക്കൈൻ്റെ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. ഇതാണ് പറഞ്ഞത്, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. ദെൻ അത് കഴിഞ്ഞിട്ട് അഡീഷൻ ഓഫ് ഹൈപ്പോഹാലസ് ആസിഡ്. അഡീഷൻ ഓഫ് ഹൈപ്പോഹാലസ് ആസിഡ് പറഞ്ഞു. അഡീഷൻ ഓഫ് ഹൈപ്പോഹാലസ് ആസിഡ്. അഡീഷൻ ഓഫ് ഹൈപ്പോഹാലസ് ആസിഡ്. ട്രിപ്പിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആവുന്നു, ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയി. എഗെയിൻ ഹൈപ്പോഹാലസ് ആസിഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്ന് 2 OH സ്റ്റേബിൾ ആയിട്ട് വാട്ടർ എലിമിനേറ്റ് ചെയ്തു. അത് CHX2CHO. ഇതിനെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആൽക്കൈൻ്റെ പ്രോപ്പർട്ടീസ്, ആൽക്കൈൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൽക്കൈൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട്, ഹൈഡ്രോജനേഷൻ, ഹാലജനേഷൻ, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്, അഡീഷൻ ഓഫ് ഹൈപ്പോഹാലസ് ആസിഡ്. ഇത്രയാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ. നെക്സ്റ്റ് ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് തന്നെ അഡീഷൻ ഓഫ് വാട്ടർ. വാട്ടറിന്റെ അഡീഷൻ ആണ് പറയുന്നത്. വാട്ടറിന്റെ അഡീഷൻ എന്ന് പറയാനുള്ള ആദ്യത്തെ റിയാക്ഷൻ അഡീഷൻ ഓഫ് വാട്ടർ ആണ്. HgSO4ന്റെയും
H2SO4 presence alkyne addition with water. Alkyne addition with water on HgSO4 H2SO4 presence adding. Nokikola നമ്മുടെ കയ്യിലുള്ളത് ആൽക്കൈൻ ആണ്, CH ട്രിപ്പിൾ ബോണ്ട് CH ആണ്. അതിനകത്തോട്ട് നമ്മൾ വാട്ടർ ആഡ് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് Hg2+ ആൻഡ് H2SO4. ഡബിൾ ബോണ്ട് ആയി. നോക്കുക, ഞാൻ നേരെ എഴുതാം. H വായിച്ചായിട്ടാണ് കയറുന്നത്, പക്ഷെ നമ്മളിവിടെ പഠിക്കുമ്പോൾ ഇങ്ങനെ എഴുതി H2O. അപ്പൊ ഇവിടെ 2 ഹൈഡ്രജനും പോകുന്നു, ഇവിടെ ഡബിൾ ബോണ്ട് ഓയും പോകുന്നു. അപ്പൊ അത് CH3CHO ആയിട്ട് മാറുന്നു, ആൽഡിഹൈഡ് ആയിട്ട് മാറുന്നു. കോമ്പൗണ്ട് CH3CHO ആൽഡിഹൈഡ് ആയി. അപ്പൊ അഡീഷൻ ഓഫ് വാട്ടർ Hg2+ H2SO4 പ്രസൻസിൽ ആൽക്കൈന്റെ അഡീഷൻ ഓഫ് വാട്ടർ. ഇനി വേറെ ഏതെങ്കിലും ആൽക്കൈൻ ആണെങ്കിൽ, ഹയർ ആൽക്കൈൻ ആണെങ്കിൽ അഡീഷൻ ഓഫ് വാട്ടർ Hg2+ H2SO4 പ്രസൻസിൽ ആഡ് ചെയ്യുമ്പോൾ ട്രിപ്പിൾ ബോണ്ട് മാറുന്നു, സിംഗിൾ ബോണ്ട് ആവുന്നു. ഡബിൾ ബോണ്ട് ഇങ്ങോട്ടാണ് പോകുന്നത്, 2H ഇങ്ങോട്ട്. അപ്പം കീറ്റോൺ ആയിട്ട് മാറും. അപ്പൊ ഈത്തൈൻ ഒഴിച്ച് ബാക്കി എല്ലാ ആൽക്കൈനും, ഈത്തൈൻ മാത്രം ആൽഡിഹൈഡ് ആവും. ബാക്കി എല്ലാ ആൽക്കൈനും ഈ റിയാക്ഷനിൽ കീറ്റോൺ ആയിട്ട് മാറും. ഈത്തൈൻ എന്ന് പറയുന്നത് മാത്രം ആൽഡിഹൈഡ് ആവും. ബാക്കി എല്ലാ ആൽക്കൈനും addition of water in the presence of Hg2+ and H2SO4, HgSO4 H2SO4 പ്രസൻസിൽ ആൽക്കൈനിലോട്ട് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈത്തൈൻ മാത്രം ആൽഡിഹൈഡ്, ബാക്കി എല്ലാ YNE കോമ്പൗണ്ടും കീറ്റോൺ ആയിട്ട് മാറും. Addition of water in the presence of mercuric sulfate and sulfuric acid gives a ethane gives a aldehyde and other alkanes gives a ketone. Next, addition of hydrogen cyanide in the presence of barium cyanide. Barium cyanide in the presence of hydrogen cyanide add. Appo alkyne addition with the hydrogen cyanide ആണ് അടുത്തത്. Alkyne addition with the hydrogen cyanide. Hydrogen cyanide മായിട്ടുള്ള addition ആണ് പറയാനുള്ളത്. Hydrogen cyanide ആഡ് ചെയ്യുമ്പോഴത്തേക്ക് barium cyanide ന്റെ പ്രസൻസിൽ hydrogen cyanide ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയി. ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട്, ഒരിടത്തോട്ട് ഹൈഡ്രജൻ ഒരിടത്തോട്ട് സയനൈഡും പോയി. അക്രിലോനൈട്രൈഡ് ശ്രദ്ധിച്ചു നോക്കുക. അത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ സയനൈഡ്. അപ്പൊ ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഒരു കോമ്പൗണ്ടിലോട്ട് നമ്മൾ ഹൈഡ്രജൻ സയനൈഡ് ആയിരുന്നു ബേരിയം സയനൈഡിന്റെ പ്രസൻസിൽ. അപ്പൊ നമുക്ക് അക്രിലോനൈട്രൈൽ കിട്ടും, അക്രിലിക് ഗ്രൂപ്പ്. അപ്പൊ അക്രിലോനൈട്രൈൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ സയനൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ബേരിയം സയനൈഡ്. അപ്പൊ ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഒരു കോമ്പൗണ്ടിലോട്ട് ഹൈഡ്രജൻ സയനൈഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ നോക്കിയേ, ഇഥൈൻ ആണ് പ്ലസ് CH ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട് എവിടെയാണോ ടെർമിനൽ ആണോ എവിടെയാണോ ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആവുന്നു. Then അപ്പൊ നൈട്രൈൽ, ഇപ്പൊ ഇവിടോട്ട് ആര് പോയി, H പോയി. അപ്പൊ 2H. അപ്പൊ നോക്ക്, CH2 ഡബിൾ ബോണ്ട് CHCl. ഈ കോമ്പൗണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് അക്രിലിക് ഗ്രൂപ്പ്, അക്രിലോനൈട്രൈൽ. കേട്ടിട്ടുണ്ട്? അക്രിലോനൈട്രൈൽ. പോളിമർ പഠിച്ചപ്പോൾ നമ്മൾ മോണോമർ ആയിട്ട് കണ്ട കോമ്പൗണ്ട് ആണ്. നോക്കുക, അക്രിലോനൈട്രൈൽ. നെക്സ്റ്റ്, ഇതിൽ ഹൈഡ്രജൻ സയനൈഡിന്റെ അഡീഷൻ പറഞ്ഞു. അടുത്ത് നമുക്ക് ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടിലോട്ട് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യും, H2SO4 ആഡ് ചെയ്യാം. അപ്പം ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടിലോട്ട് ഞാൻ ആഡ് ചെയ്തത് H2SO4 ആണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന റിയാക്ഷൻ ആണ്. ഡബിൾ ബോണ്ട് ആയി, ഒരിടത്ത് H ഒരിടത്ത് OSO3H. എഗെയിൻ ഞാൻ വീണ്ടും സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യും. അപ്പോഴത്തേക്ക് അത്
സിംഗിൾ ബോണ്ടായി CHO SO3H twice ആവും. അപ്പൊ അഡീഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഗിവ്സ് CH3 CHO SO3H twice എന്ന് പറയുന്ന അഡീഷൻ കോമ്പൗണ്ട്. അപ്പൊ സൾഫ്യൂരിക് ആസിഡിന്റെ അഡീഷൻ ആണ് പറഞ്ഞത്, സൾഫ്യൂരിക് ആസിഡിന്റെ അഡീഷൻ. അപ്പൊ അഡീഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഇന്ന് പറഞ്ഞ 3 റിയാക്ഷൻ. ഒന്ന് അഡീഷൻ ഓഫ് വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് HgSO4 ആൻഡ് H2SO4. അപ്പൊ ആൽക്കൈൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അത് ഈത്തൈൻ ആണെങ്കിൽ ആൽഡിഹൈഡും. അഡീഷൻ ഓഫ് വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് മെർക്കുറിക് സൾഫേറ്റ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ്, അതിൽ ഈത്തൈൻ ആണെങ്കിൽ അത് ആൽഡിഹൈഡ് ആയിട്ടും ബാക്കി എല്ലാ ഹയർ ആൽക്കൈനും കീറ്റോൺ ആയിട്ടും മാറും. ഇനി അഡീഷൻ ഓഫ് ഹൈഡ്രജൻ സയനൈഡ് ഗിവ്സ് അക്രിലോനൈട്രേറ്റ്. അടുത്ത അഡീഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് നോക്കുക, ഞാനിവിടെ റിയാക്ഷൻ എഴുതി അഡീഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ ഈ 3 റിയാക്ഷൻ നോട്ട് ചെയ്തോളൂ. വാട്ടറിന്റെ അഡീഷൻ, അടുത്ത ഹൈഡ്രജൻ സയനൈഡിന്റെ അഡീഷൻ, സൾഫ്യൂരിക് ആസിഡിന്റെ അഡീഷൻ. ആൽക്കൈനിലോട്ടുള്ള റിയാക്ഷൻ ആണ് ഞാൻ പറഞ്ഞത്. ആൽക്കൈന്റെ അഡീഷൻ റിയാക്ഷൻസ്, ആൽക്കൈന്റെ അഡീഷൻ റിയാക്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ആൽക്കൈൻസിന്റെ അഡീഷൻ റിയാക്ഷൻ. ഇനി അടുത്ത അഡീഷൻ റിയാക്ഷൻ ആൽക്കൈന്റെ ആക്ഷൻ വിത്ത് ആൽക്കഹോൾ ആണ്. ആൽക്കൈന്റെ ആക്ഷൻ വിത്ത് ആൽക്കഹോൾ ആണ് ഇനി അടുത്തത്. ഞാൻ C2H5OH ആൽക്കഹോൾ ആഡ് ചെയ്യുന്നു. അപ്പൊ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത ആൽക്കഹോൾ ആണ്. അപ്പൊ ആൽക്കഹോൾ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയി. അപ്പൊ ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് CH2, ബാക്കി OC2H5. ഈത്തൈൽ വിനൈൽ ഈതർ, ഈത്തൈൽ വിനൈൽ ഈതർ ആയിട്ട് മാറി. അപ്പൊ അഡീഷൻ ഓഫ് ആൽക്കൈൻ ടു ആൽക്കഹോൾ. ആൽക്കഹോളിന് പകരം ഇവിടെ സാൾട്ട് ആയാലും മതി. ട്രിപ്പിൾ ബോണ്ടിലോട്ട് ഞാൻ അവിടെയും സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ. CH2 ഡബിൾ ബോണ്ട് CHO C2H5 എന്ന് പറയാം. അപ്പൊ ഉണ്ടായ കോമ്പൗണ്ട് പേര് ഈത്തൈൽ വിനൈൽ ഈതർ. ആൽക്കൈൻ പ്ലസ് ആൽക്കഹോൾ. അപ്പൊ ഞാനിവിടെ റൂട്ടിലോട്ട് ഞാൻ പോവാണ്. വീണ്ടും CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് C2H5OH. we get ethyl vinyl ether, ethyl vinyl ether. addition of alcohol, we get ethyl vinyl ether. നോക്കൂ, ആൽക്കൈന്റെ അഡീഷൻ വിത്ത് ആൽക്കഹോൾ, we get ethyl vinyl ether. addition of alcohol, ആൽക്കഹോളിന്റെ അഡീഷൻ. അപ്പൊ YNE കോമ്പൗണ്ടിലോട്ട് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നു? ആൽക്കഹോളിനെ ആഡ് ചെയ്യുന്നു. അങ്ങനെ ആൽക്കഹോളിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഈത്തൈൽ വിനൈൽ ഈതർ. ഓക്കെ, ഈത്തൈൽ വിനൈൽ ഈതർ. Then CH ട്രിപ്പിൾ ബോണ്ട് CH വീണ്ടും റിയാക്ഷൻ വിത്ത് ആസിഡ്. അപ്പൊ നമ്മൾ അടുത്ത ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ ആണ് പറഞ്ഞത്. ആസിഡുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അപ്പൊ നോക്കിക്കോളൂ. മർക്കുറിക് അസറ്റേറ്റുമായിട്ട്. അപ്പൊ ഈത്തൈൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ആക്ഷൻ വിത്ത് മെർക്കുറിക് അസറ്റേറ്റ്. ആൽക്കൈന്റെ ആക്ഷൻ വിത്ത് മെർക്കുറിക് അസറ്റേറ്റ് ആണ് ഇനി പറയാനുള്ളത്. ആൽക്കൈന്റെ ആക്ഷൻ വിത്ത് മെർക്കുറിക് അസറ്റേറ്റ്. ഇവിടെയും സെയിം സംഭവം തന്നെ. ഡബിൾ ബോണ്ട് ആയി. ഇപ്പൊ എവിടെയൊക്കെ ഡബിൾ ബോണ്ട്, ഏതൊക്കെ കോമൺ ആയിട്ടുള്ള റിയാക്ഷൻ നോക്കുക. CH2 CHO O. അതിനകത്തോട്ട് ഫർദർ വീണ്ടും നമ്മൾ ആഡ് ചെയ്യാണ്. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കിട്ടി. ഇനി ഫർദർ അതിനകത്തോട്ട് വീണ്ടും ആസിഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ
ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ആണ്. അഡീഷൻ ഓഫ് മർക്കുറിക് അസറ്റേറ്റ്. അപ്പൊ ഇതെല്ലാം കോമൺ ആണ്. ഞാൻ പറഞ്ഞു നോക്കിക്ക് സൾഫ്യൂരിക് ആസിഡിന്റെ അഡീഷൻ എങ്ങനെ, അടുത്ത ആൽക്കഹോളിന്റെ അഡീഷൻ എങ്ങനെ, ഇതെല്ലാം കോമൺ ആണ്. OSO3H ഫർദർ അഡീഷൻ അതുപോലെ. അടുത്തത് CH2 ഡബിൾ ബോണ്ട് CHO C2H5. ഇതെല്ലാം കോമൺ ആയിട്ട് ഒരേപോലെ തന്നെ വരുന്ന റിയാക്ഷൻ ആണ്, ഒരേ തരത്തിലുള്ള പ്രോഡക്റ്റ് വരുന്ന റിയാക്ഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, 3 എണ്ണം ഞാൻ പറഞ്ഞു. ശ്രദ്ധിക്കുക, ആൽക്കൈന്റെ അഡീഷൻ വിത്ത് മെർക്കുറിക് അസറ്റേറ്റ് ഫോളോഡ് ബൈ ആസിഡ്, അസറ്റിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ, then addition of sulfuric acid, then addition of alcohol. ഇത് 3 ഒരേ കാറ്റഗറി റിയാക്ഷൻ ആണ്. റൂട്ട് മാപ്പ് ശ്രദ്ധിച്ച് എഴുതിപ്പാ. ഇത് 3 ഒരേ കാറ്റഗറി റിയാക്ഷൻ ആണ് ഞാൻ പറഞ്ഞത്. ആസിഡിന്റെ അഡീഷൻ, then സൾഫ്യൂരിക് ആസിഡിന്റെ അഡീഷൻ, then ആൽക്കഹോളിന്റെ അഡീഷൻ. അപ്പൊ അഡീഷൻ റിയാക്ഷൻ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആൽക്കൈന്റെ അഡീഷൻ റിയാക്ഷൻ ആണ് മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആൽക്കൈന്റെ ഒന്ന് മെർക്കുറിക് അസറ്റേറ്റ് ഫോളോഡ് ബൈ ആസിഡ്, then sulfuric acid addition, then alcohol addition. ഈ 3 റിയാക്ഷൻ ആണ് ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പൊ ആൽക്കൈന്റെ പ്രോപ്പർട്ടീസ് ചോദിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് വെൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പൊ അവിടെ നോക്കുക, ഇനി ഇതുപോലെ തന്നെ വരുന്ന റിയാക്ഷൻ ആണ് ആൽക്കൈൻ. ആൽക്കൈന്റെ കാർബൺ മോണോക്സൈഡ് വാട്ടറും കൂടെ റിയാക്ട് ചെയ്യും. ആൽക്കൈൻ, നേരത്തെ ഞാൻ ആൽക്കീന്റെ റിയാക്ഷൻ പറഞ്ഞതാണ് കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ. ഇവിടെ കാർബൺ മോണോക്സൈഡ് പ്ലസ് വാട്ടർ ആണ്. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് ആയി ഇവിടെ ആസിഡ് COOH, ഒരു കാർബൺ കൂടിയ ആസിഡ്. അപ്പൊ നോക്കി അലയില ഡബിൾ ബോണ്ട് CH-COOH. അപ്പൊ അതെല്ലാം ഒരേ കാറ്റഗറി റിയാക്ഷൻ ആണ്. ഈ പറഞ്ഞതെല്ലാം ഒരേ കാറ്റഗറി റിയാക്ഷൻ ആണ് ഈ പറഞ്ഞത് മൊത്തം. അടുത്ത അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ ASCl3 ആഡ് ചെയ്യുന്നു. അഡീഷൻ ഓഫ് ASCl3 ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ ASCl3 ആഡ് ചെയ്യുന്നു. അപ്പൊ അവിടെ CH ട്രിപ്പിൾ ബോണ്ട് മാറി ഡബിൾ ബോണ്ട് ആയി, ഒരിടത്തോട്ട് Cl. നോക്കുക, അഡീഷൻ ഓഫ് ASCl3 in the presence of anhydrous aluminum chloride. The compound formed is Cl. അടുത്തടുത്തോട്ട് ASCl3 ആണ്. അടുത്ത കോമ്പൗണ്ട് കിട്ടിയത് ASCl2. Lucite. The compound obtained is lucite. അഡീഷൻ റിയാക്ഷൻസ് ആണ് ഇത് പറഞ്ഞത്. കാർബൺ ഇപ്പൊ നോക്കുക, CO കാർബൺ മോണോക്സൈഡ് വാട്ടറിന്റെ പ്രസൻസിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ആസിഡ് ഉണ്ടായി. ASCl3 in the presence of AlCl3 കിട്ടിയത് എന്താണെന്ന് മനസ്സിലായി. അപ്പം ഇത്രയും പറഞ്ഞത് നോക്കിയ ട്രിപ്പിൾ ബോണ്ടിന്റെ അഡീഷൻ റിയാക്ഷൻസ് ആയി പറഞ്ഞത് മൊത്തം. അപ്പൊ ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് പങ്കെടുക്കുന്ന റിയാക്ഷൻസ്, ട്രിപ്പിൾ ബോണ്ട് ഉള്ള ആൽക്കൈൻസ് പങ്കെടുക്കുന്ന കോമൺ ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് പറഞ്ഞത്. ഇനി ഞാനിപ്പം പറഞ്ഞ ഇത്രയും റിയാക്ഷൻ നോക്കിക്കോളൂ, ആൽക്കൈൻസ് പങ്കെടുക്കുന്ന കോമൺ റിയാക്ഷൻ. ഇനി ഓസോണോളിസിസ് ഫോളോഡ് ബൈ സിങ്കിന്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഗ്ലൈഓക്സാല. അപ്പൊ ആൽക്കൈനെ ഓസോണോളിസിസ് നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ്, ആൽക്കൈനെ ഓസോണോളിസിസ് ഫോളോഡ് ബൈ സിങ്കിന്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് ചെയ്താൽ കിട്ടുന്നത് ഗ്ലൈഓക്സാൽ ആണ് കിട്ടുന്നത്. ഗ്ലൈഓക്സാൽ. ഇനി ഓക്സിഡേഷൻ ആണ് പറയാനുള്ളത്. ഓക്സിഡേഷൻ റിയാക്ഷൻ, ആൽക്കൈന്റെ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് ഇനിയുള്ളത്. നോക്കിയാ ഓരോ റിയാക്ഷനും ശ്രദ്ധിക്കുക. വാട്ട് ഹാപ്പൻസ് വെൻ ടൈപ്പിലാണ് ചോദിക്കുന്നത് ആൽക്കൈന്റെ റൂട്ട്. ഞാനിപ്പോ പറഞ്ഞു ആൽക്കൈന്റെ റിയാക്ഷൻ ഒന്ന് ഹൈഡ്രോജനേഷൻ, then ബ്രോമിനേഷൻ, then അഡീഷൻ വിത്ത് ഹൈഡ്രജൻ ഹാലൈഡ്, then അഡീഷൻ വിത്ത് ഹൈപ്പോഹാലസ് ആസിഡ്, then അഡീഷൻ വിത്ത് ഹൈഡ്രജൻ സയനൈഡ്, then addition with the sulfuric acid, then addition with the hydrogen cyanide, then addition with the alcohol, then addition with the water,
മെർക്കുറിക് സൾഫേറ്റിന്റെയും സൾഫ്യൂരിക് ആസിഡിന്റെയും പ്രസൻസിലുള്ള അഡീഷൻ നോക്കിക്കോളൂ. ഇത്രയും അഡീഷൻ പറഞ്ഞു. ദെൻ അടുത്തത് നെയിം റിയാക്ഷൻ ഓസോണോളിസിസ്. ആൽക്കൈൻ CH ട്രിപ്പിൾ ബോണ്ട് CH ആണ് ഓസോണോളിസിസ് പ്രോഡക്റ്റ് ഗ്ലൈഓക്സാൽ. ആൽക്കൈന്റെ ഓസോണോളിസിസ് നടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഗ്ലൈഓക്സാൽ. അടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആൽക്കൈന്റെ അസിഡിക് പ്രോപ്പർട്ടി സോഡമൈഡ് ആഡ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്കറിയാം CH ട്രിപ്പിൾ ബോണ്ട് CNA സോഡമൈഡ് ആഡ് ചെയ്യുന്നു. സോഡമൈഡ് അസിഡിക് പ്രോപ്പർട്ടി ആൽക്കൈന്റെ അസിഡിക് പ്രോപ്പർട്ടി കാണിക്കുന്ന റിയാക്ഷൻ സോഡമൈഡിന്റെ അഡീഷൻ ഓഫ് സോഡമൈഡ് ട്രിപ്പിൾ ബോണ്ട് ടെർമിനൽ CH ഉണ്ടെങ്കിൽ മാത്രം പങ്കെടുക്കുന്ന റിയാക്ഷനാണ്. അസിഡിക് ക്യാരക്ടർ ഷോ ചെയ്യുന്ന റിയാക്ഷൻ ആണ് പറഞ്ഞത്. സോഡമൈഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് CH ട്രിപ്പിൾ ബോണ്ട് CNA അസിഡിക് ക്യാരക്ടർ കാണിക്കുന്നത്. ഇനി അസിഡിക് ക്യാരക്ടർ കാണിക്കുന്ന റിയാക്ഷൻ ഏതൊക്കെയാന്ന് നിങ്ങൾക്കറിയാം. അസിഡിക് ക്യാരക്ടർ കാണിക്കുന്നത് ടോളൻസ് റിയേജന്റ് Ag NH3 ടോയ്സ് OH. അപ്പൊ ടോളൻസ് റിയേജന്റ് കാണിക്കുന്ന റിയാക്ഷൻ അപ്പം എന്താ വൈറ്റ് പ്രസിപിറ്റേറ്റ് ടോളൻസില്. ഇനി കുപ്രസാലൈഡ് Cu2Cl2 ഇതെല്ലാം അസിഡിക് ക്യാരക്ടർ കാണിക്കുന്ന റിയാക്ഷനാ. CH ട്രിപ്പിൾ ബോണ്ട് CH ന്റെ ഞാൻ ആദ്യമേ അഡീഷൻ റിയാക്ഷൻ പറഞ്ഞു, അത് കഴിഞ്ഞ് ഓസോണോളിസിസ് പറഞ്ഞു. കോമൺ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് അഡീഷൻ റിയാക്ഷൻ ആരുമായിട്ടൊക്കെ അഡീഷൻ റിയാക്ഷനിൽ പങ്കെടുക്കുന്നു. ആൽക്കൈൻസ് ആരുമായിട്ടൊക്കെ അഡീഷൻ റിയാക്ഷനിൽ പങ്കെടുക്കുന്നു. ഒന്ന് ഹൈഡ്രോജനേഷൻ, രണ്ട് ഹാലജനേഷൻ, മൂന്ന്